ശരി, ധനസുമോദ് തുടരൂ. മറ്റൊരു വാർത്ത കൂടി ധനസുമോദിൽ നിന്ന് അറിയാനുണ്ട്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെയും പെൺകുട്ടികളെയും ആക്രമിച്ച ബജ്രംഗ് ദൾ നേതാക്കൾക്കെതിരെ പരാതി നൽകി പെൺകുട്ടികൾ. ബജ്രംഗ് ദൾ നേതാവായ ജ്യോതി ശർമ്മ അടക്കമുള്ളവർക്കെതിരെയാണ് ഓർച്ച പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. അതേസമയം കന്യാസ്ത്രീകൾക്കെതിരായ കേസ് റദ്ദാക്കുന്നതിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് കത്തോലിക്ക സഭയുടെ തീരുമാനം. കേസ് റദ്ദാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് പാർലമെന്റിൽ ഉന്നയിക്കും. ധനസുമോദ് വിവരങ്ങൾ നൽകാനായി ഡൽഹിയിൽ നിന്ന് തുടരുന്നുണ്ട്. ധനസുമോദ്, നമുക്കറിയാം കഴിഞ്ഞ ദിവസം പരാതി നൽകാൻ ശ്രമിച്ചിട്ട് പോലീസ് ഈ പെൺകുട്ടികളുടെ പരാതി സ്വീകരിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഓൺലൈനായി പരാതി നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോഴുള്ള തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? ഈ തുടർനീക്കങ്ങൾ ഇവരുടെ NIA കോടതി തന്നെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം നടത്തിയത് ഈ ആൾക്കടത്ത്, മതപരിവർത്തനം, ഈ രണ്ട് കുറ്റങ്ങളും ചെയ്തതായി ഒരു തെളിവും ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ജാമ്യം ആദ്യ സിറ്റിങ്ങിൽ തന്നെ NIA കോടതി നൽകിയിരുന്നത്. ഇനി കേസുമായി മുന്നോട്ട് പോയാൽ പോലും ഈ തരത്തിലുള്ള ആൾക്കടത്ത് തുടങ്ങിയ കുറ്റങ്ങൾ അന്വേഷിക്കേണ്ട അത്രയും വലിയ ബാധ്യത അത് അന്വേഷിക്കേണ്ടത് NIAക്കാണ്. പക്ഷേ NIAക്ക് ഈ കേസ് എങ്ങനെ NIAയിലേക്ക് എത്തി എന്നുള്ളൊരു കാര്യം തന്നെ ഇപ്പോൾ സംശയാസ്പദമാണ്. കാര്യം NIAക്ക് കേസ് കൈമാറില്ല എന്ന് ഉറപ്പ് നൽകിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായായിരുന്നു. കേരളത്തിലെ MP-മാരുമായി LDF UDF MP-മാരുമായി സംസാരിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ കേവലം ജാമ്യം മാത്രമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. അത് അവർ ഈ കന്യാസ്ത്രീകൾ അതാത് പോലീസ് സ്റ്റേഷനിൽ അവർ താമസിക്കുന്ന പോലീസ് സ്റ്റേഷൻ ഏതാണോ ആ പരിധിയിൽ പോയി ഒപ്പിടണം എന്നുള്ളൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോഴും അവർ ജയിലിൽ കഴിയുന്നില്ല എന്ന് മാത്രമാണ്. ഏതൊക്കെ തരത്തിലുള്ള അവരുടെ പാസ്പോർട്ട് കണ്ടുകെട്ടപ്പെട്ടിരിക്കുകയാണ്, അവർക്ക് വിദേശയാത്ര നടത്താൻ പാടില്ല എന്നുള്ള ഒരു കോടതി നിരീക്ഷണം വളരെ ശക്തമായി തന്നെ, കോടതിയുടെ ഉത്തരവ് വളരെ സജീവമായിട്ട് തന്നെയുണ്ട്. അതുകൊണ്ട് ഈ തരത്തിൽ ഒരു കാരണവശാലും കന്യാസ്ത്രീകളെയും ആദിവാസികളെയും പീഡിപ്പിക്കപ്പെട്ടവർക്ക്, അവരെ ആക്രമിച്ചവരെ വെറുതെ വിടരുത് എന്നാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഈ നിമിഷം വരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയമായ കാര്യം.